الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അൽ കൗസറാണ് തഫ്സീർ നമ്മൾ പഠിച്ചത്. ഇന്ന് സൂറത്തു അൽ മാഊൻ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതി ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون അറഅയ്ത എന്താണ് അർത്ഥം? നീ കണ്ടോ എന്നാണ് വാക്കർത്ഥം. നിനക്കെന്ത് പറയാനുണ്ട് എന്ന് ആണ് പൊതുവെ അതിന്റെ മാന എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്ത്? അറഅയ്ത നീ കണ്ടുവോ, നിനക്കെന്ത് പറയാനുണ്ട്? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അല്ലദീ ഒരുവൻ, യുകദ്ദിബു അവൻ കളവാക്കുന്നു അഥവാ നിഷേധിക്കുന്നു, ബിദ്ദീൻ ദീനിനെ, ഫദാലിക അവൻ തന്നെ, അല്ലദീ അഥവാ ഏതൊരുവനാണോ, യദ്ഉൽ യതീം യതീമിനെ തള്ളിക്കളയുന്നു, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദആ എന്ന് സൂറത്തു തൂറിൽ അല്ലാഹു പറഞ്ഞതുപോലെ നരകത്തിലേക്ക് തള്ളപ്പെടുക എന്ന പ്രയോഗിച്ച വാക്കാണത്. യതീമിനെ തള്ളിക്കളയുന്നവൻ. വലാ യഹുദ്ദു അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, തആം എന്താ? ഭക്ഷണം. അൽ മിസ്കീൻ മിസ്കീനിന്റെ ഭക്ഷണം അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പാവപ്പെട്ടവൻ ആഹാരം കൊടുക്കൽ അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫവൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. മുസല്ലീൻ ഒരു മുസല്ലീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവൻ, മുസല്ലീൻ നിസ്കരിക്കുന്നവർ, മുസല്ലൂൻ എന്നാണ് ലീ വന്നതുകൊണ്ട് മുസല്ലീൻ. അപ്പോൾ വൈലാണുള്ളത്, നാശമാണുള്ളത്, ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾ. നമസ്കരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഏതൊരു കൂട്ടരാണോ, ഹും അൻ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തെക്കുറിച്ച് സാഹൂൻ അശ്രദ്ധരാണ്. സഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായിരിക്കുക. അവർ അശ്രദ്ധരാണ്. തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായിട്ടുള്ള നമസ്കാരക്കാർക്ക് നാശം. അല്ലദീന അവർ ഏതൊരു കൂട്ടരാണോ, ഹും അവർ, യുറാഊൻ അവരെന്താണ് ചെയ്യുന്നത്? കാണിക്കുകയാണ്. റാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണിക്കുക. യുറാഊൻ അവർ കാണിക്കുകയാണ്. അവരുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രകടനമാണ്, ആളുകൾ കാണിക്കാനാണ്. വയംനഊന മാത്രമല്ല അവർ തടയുന്നു. വയംനഊന അവർ തടയുന്നു, പിടിച്ചു വെക്കുന്നു, കൊടുക്കാതിരിക്കുന്നു. അൽ മാഊൻ, മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ എന്നതിന് മലയാളത്തിൽ അർത്ഥം പറയാം. തഫ്സീർ വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അറഅയ്ത
റാ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. റഅയ്ത അല്ലദീ. ദാൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ദാൽ നാവ് മുകളിലത്തെ പല്ലിന് തട്ടിച്ച് വേണം പറയാൻ. അല്ലദീ. അറഅയ്ത അല്ലദീ യുകദ്ദിബു. കാഫ് വേറെ ഖാഫ് വേറെ, രണ്ടും വ്യത്യാസമുണ്ട്. ഖാഫ് ഖാഫ് ഖലഖ, ഖുർആൻ ഖുർബാൻ എന്നൊക്കെ പറയുന്നത് ഖാഫാണ്. ഇത് കാഫ്. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക. വീണ്ടും ദാൽ. ഫദാലിക അല്ലദീ യദഉൽ യതീം. ഐനിനാണ് ശബ്ദ്. യദഉ ഐൻ ആളുകൾക്ക് പലരും ഉച്ചരിക്കുന്നത് ശരിയല്ല. ഐൻ മലയാളത്തിലില്ലാത്ത അക്ഷരമാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് മലയാളികൾക്ക് കിട്ടാൻ പ്രയാസം. യദഉൽ യതീം. യദഉൽ യതീം വലാ യഹുദ്ദു. ബാദാണ്. ബാദ് ബാദ്. നാളെ ഇവിടെ മുകളിലത്തെ പല്ലിന്റെ ബാക്കിലാണ്. യഹുദ്ദു യഹുദ്ദു വലാ യഹുദ്ദു അലാ طعامിൽ മിസ്കീൻ. طعامിൽ മിസ്കീൻ. ഫവൈലുൽ ലിൽ. അവിടെ തജ്വീദിന്റെ നിയമം എന്താണ്? അൽ ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ ലാമിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക. ഫവൈലുൽ ലിൽ മുസല്ലീൻ. തജ്വീദിന്റെ നിയമങ്ങളെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അർത്ഥം ശരിയാകുന്ന വണ്ണം, അർത്ഥം തന്നെ മാറിപ്പോകാത്ത വണ്ണം അക്ഷരങ്ങൾ നന്നായി ഉച്ചരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? തജ്വീദ് പാലിക്കുക. തജ്വീദിലാകെ മുങ്ങി അവസാനം അർത്ഥം തീരെ ശ്രദ്ധിക്കാത്ത ആൾക്ക് തജ്വീദ് അങ്ങനെ പോകരുത് എന്ന് ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവരൊക്കെ ആ വിഷയങ്ങൾ അങ്ങനെ നന്നായി പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ചില മുസ്ലിയാക്കന്മാരെ കാണുന്നുണ്ടല്ലോ, അല്ല അതിനൊക്കെ അതിൽ വല്ലാത്ത ശ്രദ്ധയായിരിക്കും അവർക്ക്. എന്നാ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ പോലും അവരുടെ ജീവിതത്തിലില്ല. അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ. الذين هم عن صلاتهم എന്താണ് അവിടുത്തെ നിയമം? അൽ ഇഖ്ഫാഉ ബിഗുന്ന, മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കുക. عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഈ സൂറത്ത് മക്കിയാണെന്നും അതല്ല മദനിയാണെന്നും ഉലമാക്കൾ രണ്ടഭിപ്രായങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹു തആല അലം. അൽ ബസ്മല തഖദ്ദമ അൽ കലാം അലൈഹ. ഞാൻ വായിക്കുന്ന തഫ്സീർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കൗസർ വായിച്ചിട്ടുള്ള അതേ തഫ്സീറിൽ വായിക്കാൻ. ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ തഫ്സീറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനെക്കുറിച്ചുള്ള തഫ്സീർ പറഞ്ഞതാണ്. യഖൂലു അല്ലാഹു തബാറക വതആല, അല്ലാഹു പറയുന്നു, അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ നിഷേധിച്ചവനെ നീ കണ്ടില്ലേ? അറഅയ്ത നീ കണ്ടോ എന്ന ഈ അഭിസംബോധന അൽ ഖിതാബ് ഹൽ ഹുവ ലിർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ? ലിഅന്നഹു അല്ലദീ ഉൻസില അലൈഹിൽ ഖുർആൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഔ ഹുവ ആമ്മുൻ ലികുല്ലി മൻ യതവജ്ജഹു ഇലൈഹിൽ ഖിതാബ്, അതല്ല ഈ പരിശുദ്ധ ഖുർആൻ ഓതുന്ന എല്ലാവർക്കും ഇത് എല്ലാവർക്കുള്ള ഖിതാബാണ്, അഭിസംബോധനയാണോ? അൽ ഉമൂം ഔലാ, അൽ ഉമൂമു ഔലാ, ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണ്? എല്ലാവരോടുമാണ്.
പരിശുദ്ധ ഖുർആൻ ഓതുന്ന എല്ലാവരോടുമാണ് അള്ളാഹുവിന്റെ ഈ ചോദ്യം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫയഖൂൽ അറഅയ്ത ഫനഖൂൽ. അതുകൊണ്ട് നമ്മൾ പറയുന്നു അറഅയ്തല്ലദീ ആമ്മുൻ ലികുല്ലി മൻ യതവജ്ജഹു ഇലൈഹിൽ ഖിതാബ്. എല്ലാവർക്കും പൊതുവാണെന്ന് നമ്മൾ പറയുന്നു. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ എന്ന് പറഞ്ഞാൽ ഐ ബിൽ ജസാ. ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ശരീഅത്തല്ല, പിന്നെന്താണ്? ജസാ, പ്രതിഫല നാൾ. പ്രതിഫലം എന്ന് പറയല്ലോ. ദീൻ എന്ന വാക്ക് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഒന്ന് ഏതർത്ഥത്തിലാണ്? നമ്മൾ സാധാരണ പറഞ്ഞ ദീൻ എന്ന് പറയില്ല, ഈ ശരീഅത്ത്, ഈ മതനിയമങ്ങൾ. അതുപോലെ ദീൻ എന്തിനുപയോഗിക്കും? ഈ മതനിയമങ്ങൾ പാലിക്കുന്നതിനും പാലിക്കാതിരിക്കുന്നതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകുന്ന പ്രതിഫലം, ആ പരലോകം. അതാണ് മാലികി യൗമിദ്ദീൻ, ദീനിന്റെ നാൾ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. ഈ ആയത്തിൽ ഉദ്ദേശിച്ച ദീൻ ഏതാണ്? മാലിക് യൗമിദ്ദീനിൽ പറഞ്ഞ ദീനാണ്. മനസ്സിലല്ല? ആ പ്രതിഫല നാൾ, ആ പ്രതിഫലം, അള്ളാഹു നൽകുന്ന ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ജന്ന, ഇതിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഐ ബിൽ ജസാ, അതിനെ നിഷേധിക്കുന്നവൻ. വഹഉലാഇ ഹുമുല്ലദീന യുൻകിറൂനൽ ബഅസ്, അവരാണ് പുനരുത്ഥാനം, അള്ളാഹു വീണ്ടും നമ്മളെ ജീവിപ്പിക്കും എന്ന വിശ്വാസത്തെ നിഷേധിക്കുന്ന ആളുകൾ. വയഖൂലൂൻ, അവർ പറയുന്നു അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. സൂറത്തു സാഫാത്തിൽ അള്ളാഹു ചോദിച്ചില്ലേ 16-17 ആയത്തുകളിൽ? അവർ പറയുന്ന ഇദാ മിത്ന, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട്, വകുന്നാ തുറാബൻ വഇദാമ, എല്ലും മണ്ണുമൊക്കെ ആയി ഞങ്ങൾ നിരുമ്പി കഴിഞ്ഞിട്ടാണോ? അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? അവ ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കളും പണ്ടങ്ങോ മരിച്ചുപോയ ആൾക്കാരൊക്കെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നാണോ പറയുന്നത്? എന്താ അള്ളാന്റെ മറുപടി? ഖുൽ നഅം വഅൻതും ദാഖിറൂൻ, അതെ എന്ന് പറയവരോട്. സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറഞ്ഞതാണ്, അതെ, അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും. വയഖൂലുൽ ഖായിലു മിൻഹും, അതുപോലെ അവരിലെ ഒരു ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിക്കുന്നു, മൻ യുഹീൽ ഇളാമ വഹിയ റമീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നിട്ട് എല്ലിങ്ങനെ പിടിച്ചിട്ട് വന്നില്ലേ അല്ലേ? ആരാണ് ഇതിനെ ജീവിപ്പിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ ആരാണോ ആദ്യം ജീവിപ്പിക്കുന്നത് അള്ളാഹു നിന്നെ ജീവിപ്പിക്കും, എന്നിട്ട് നിന്നെ നരകത്തിൽ ഒരുമിച്ച് കൂട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുഖത്തോക്കി പറഞ്ഞതാണ്. ഈ പറഞ്ഞവൻ കാഫിർ. അത് ഉബയ്യ് ഇബ്നു ഖലഫ്, ഉമയ്യ അല്ല, ഉബയ്യ് ഇബ്നു ഖലഫ് ആണെന്ന് ആണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം, എല്ല് ഉരുപ്പിപ്പോയതിനു ശേഷം ആരാണത് വീണ്ടും ജീവിപ്പിക്കുന്നത്? ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹാ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആരാണോ അതിനെ ആദ്യം ജീവിപ്പിച്ചത്? ആ റബ്ബ് തന്നെ. അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും. ആദ്യം സൃഷ്ടിക്കൽ അതാണോ പ്രയാസം? രണ്ടാമത് സൃഷ്ടിക്കലാണോ? യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ആദ്യം സൃഷ്ടിക്കുക അത് അള്ളാഹുവിന് പ്രയാസമല്ല, പിന്നെ എങ്ങനെ രണ്ടാമത്തെ അള്ളാഹുവിന് പ്രയാസമാകും? അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന ثم لتنبؤن بما عملتم وذلك على الله يسير. സൂറത്തു തഗാബുനിൽ അള്ളാഹു പറഞ്ഞു, തഗാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വെളിപ്പെടലാണ്. ദാലിക യൗമു തഗാബുൻ, നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണെന്ന്. ഖുൽ, പറയൂ നബിയെ, ബലാ വറബ്ബി, എന്റെ റബ്ബ് തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആനിൽ വളരെ വിരലെണ്ണാവുന്ന സന്ദർഭങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സത്യം പറഞ്ഞിട്ടുള്ളത്. എന്റെ റബ്ബ് തന്നെയാണ് സത്യം. തുബഅസുൻ, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന ബിമാ അമിൽതും, നിങ്ങളുടെ പ്രവൃത്തി സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരം അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. വദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ്. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടൂ, അതുണ്ടാവുകയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിഷേധിച്ച ആളുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൗലാഇ യുകദ്ദിബൂന ബിയൗമിദ്ദീൻ ഐ ബിൽ ജസാ, അവരാണ് ഈ ജസാഇനെ അഥവാ ദീനിനെ അഥവാ ജസാഇനെ നിഷേധിക്കുന്ന ആളുകൾ. ഫദാലിക അല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫജമഅ ബൈനൽ അംറൈൻ. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, അവൻ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി, ഒരു കാര്യം ഒരുമിച്ച് ചെയ്തു അവൻ. അൽ അംറുൽ അവ്വൽ, ഒന്നാമത്തേത് ആദമുർ റഹ്മ
ബിൽ ഐതാം അല്ലദീന ഹും മഹല്ലുർ റഹ്മ. റഹ്മത്തിന് അർഹരായ ആളുകളാണ് ആര്? അൽ ഐതാം. ഐതാം എന്ന് പറഞ്ഞാൽ യതീമിന്റെ ബഹുവചനം. എന്താ ഐതാം എന്ന് പറഞ്ഞാൽ? യതീമിന്റെ ബഹുവചനം. യതീം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഥ എന്നാണ് അതിന്റെ അർത്ഥം. അനാഥ. അവർ റഹ്മത്തിന് അർഹരായ, റഹ്മത്ത് കാണിക്കേണ്ടവരാണ് അവർ. റഹ്മത്തിന് അർഹമായ സ്ഥലമാണ് യതീം മക്കൾ. ലിഅന്നൽ ഐതാം, കാരണം യതീം എന്ന് പറഞ്ഞാൽ ഹുമുല്ലദീന മാത ആബാഉഹും ഖബ്ല അൻ യബ്ലുഗൂ, ഈ കുട്ടികൾ അവർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചുപോയ കുട്ടിക്കാണ് എന്ത് പറയാ? യതീം എന്ന് പറയാം. കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ. വഹും മഹല്ലു ശഫഖത്തി വറഹ്മ, അവർ അവരോട് വാത്സല്യവും അവരോട് സ്നേഹവും അനുകമ്പയും ഒക്കെ തോന്നണ്ട, അങ്ങനെ കാണിക്കേണ്ട ആളുകളാണ് അവർ. ലിഅന്നഹും ഫാഖിദൂന ലിആബാഇഹിം, സ്വന്തം ഉപ്പമാരെ നഷ്ടപ്പെട്ട ആളുകളാണ് അവർ. ഫഖുലൂബുഹും മുൻകസിറ, അവരുടെ ഹൃദയങ്ങൾ തകർന്നുപോയ ഹൃദയങ്ങളാണ്. വേദന അനുഭവിച്ച ഹൃദയങ്ങളാണ് അവരുടെ ഹൃദയങ്ങൾ. യഹ്താജൂന ഇലാ ജാബിരിൻ, അവരെ താങ്ങാൻ, അവർക്ക് തണലേകാൻ, അങ്ങനെയുള്ള ഒരാളെ കൊതിക്കുന്ന മനസ്സാണ് അവർക്ക്. എല്ലാവർക്കും അവരുടെ ഉപ്പ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ, എല്ലാം ചെയ്തു കൊടുക്കുന്ന പോലെ, പല സ്ഥലത്തും കൂട്ടിപ്പോകുന്നത് പോലെ, വാത്സല്യം കാണിക്കുന്നത് പോലെ, അങ്ങനെ അവർക്കും തണലേകാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, അതിനാവശ്യക്കാരായ ആളുകളാണ് അൽ ഐതാം, അനാഥകൾ. വലിഹാദാ വറദത്തിൽ നുസൂസ് ബിഫദ്ലിൽ ഇഹ്സാൻ ഇലൽ ഐതാം, അതുകൊണ്ടാണ് യതീമുകളോട് കാരുണ്യം കാണിക്കുന്നതിന്റെ ശ്രേഷ്ഠത സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് എന്താ? അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ഞാനും യതീം മക്കളെ സംരക്ഷിക്കുന്നവനുതാ സ്വർഗത്തിൽ ഇതുപോലെ. എത്ര അടുത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബിയുടെ കൂടെ സ്വർഗത്തിലാകാന്ന് പറഞ്ഞാൽ എത്ര വലിയ ശ്രേഷ്ഠതയാണത്. യതീമിനെ സംരക്ഷിക്കുന്നവർക്കുള്ളതാണ്. ലാകിൻ ഹാദാ, പക്ഷേ ഇതാ ഇവൻ, ഈ പറഞ്ഞവൻ, അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ വൽ അയാദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, യദ്ഉൽ യതീം, അവൻ എന്താ ചെയ്യുന്നത്? യതീമിനെ തള്ളിക്കളയുന്നു, ആട്ടിയകറ്റുന്നു. അയദ്ഫഉഹു ബിഉനുഫിൻ, ദഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ അങ്ങനെ എന്താ പറയാ, കരുണയില്ലാതെ ഉനുഫോടെ, ഉനുഫ് എന്ന് പറഞ്ഞാൽ ഹിംസ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കരുണയില്ലാതെ അക്രമ സ്വഭാവത്തിൽ നിർദാക്ഷിണ്യം ആട്ടിയകറ്റുന്നു. കാരണം അള്ളാഹു ഈ പ്രയോഗിച്ച യദ്ഉ എന്ന വാക്ക് ഉനുഫോടെ, കരുണയില്ലാതെ തള്ളുന്നതിനാണ് പറയുക. അതാണ് അള്ളാഹു സൂറത്തു തൂറിലെ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, ജഹന്നം നരകത്തിലേക്ക് അവർ തള്ളപ്പെടുന്ന ദിവസം, കരുണയില്ലാതെ അവരെ വലിച്ചെറിയും നരകത്തിലേക്ക്. ആ വാക്കാണ് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അവർ കരുണയില്ലാതെ തള്ളികളെ ആട്ടിയകറ്റുക. എന്ന് പറഞ്ഞാൽ ആട്ടുക, ആ സ്വഭാവം. ഐദഫ്അൻ ശദീദൻ, കഠിനമായി അങ്ങോട്ടേക്ക് തള്ളുക. ഫതജിദുൽ യതീം ഇദാ ജാഅ ഇലൈഹി യസ്തജ്ദീഹി ഷൈഅ ഔ യുകല്ലിമുഹു ഫീ ഷൈഇൻ. അഗതാ ഈ പറഞ്ഞ അല്ലാഹു ദീനിനെ അഥവാ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞവന്റെ അടുത്തേക്ക് ഒരു യതീം എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ, അവന്റെ അടുത്ത് എന്തെങ്കിലും സഹായത്തിന് വന്നാൽ, അവന്റെ ഔദാര്യം ആവശ്യപ്പെട്ടു വന്നാൽ, അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വന്നാൽ, സമൂഹത്തിൽ വിലയില്ലാത്ത ആളാണല്ലോ, സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ലാത്ത ഓനെ, അവനോട് നല്ല നിലക്ക് പെരുമാറിയാൽ വേറെ സ്ഥാനമൊന്നും കിട്ടാല്ല. വലിയ പൈസക്കാരന്റെ മക്കളാണെങ്കിൽ അവനോട് നല്ല, ആ കുട്ടിയോട് തമാശയൊക്കെ പറഞ്ഞ് കുട്ടിയെ കവിളൊക്കെ നുള്ളി, അങ്ങനെ ആ കുട്ടിയോട് തമാശയൊക്കെ പറഞ്ഞാൽ ഇതിന്റെ കുടുംബക്കാരടുത്ത് നിന്ന് എന്തെങ്കിലും ഔദാര്യം, ഉപ്പാനടുത്ത് എന്തെങ്കിലും ഔദാര്യം പ്രതീക്ഷിക്കാം. ഈ കുട്ടിക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിനെ സഹായിച്ചാൽ പരലോക വിശ്വാസമുള്ളവന് മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ. കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, വസ്സദഖതു ബുർഹാനുൻ. സ്വതക്ക എന്ന് പറയുന്നത് എന്താണ്? ബുർഹാൻ, തെളിവാണ്. എന്തിനുള്ള തെളിവാ? ഇത് കൊടുക്കുന്നതിന് പരലോക വിശ്വാസം ഉണ്ടെന്നുള്ള തെളിവാണ്. കാരണം എന്തിനു കൊടുക്കണം? ഞാൻ സമ്പാദിച്ച എന്റെ പൈസ, എനിക്ക് ഉപകാരം എടുക്കാനുള്ള എന്റെ പൈസ ഞാൻ എന്തിന് വേറെ ആളുകൾക്ക് കൊടുക്കണം? അള്ളാഹുവിന്റെ പ്രതിഫലം നാളെ പരലോകത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ
വിശ്വാസമുള്ളവന് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. വിശ്വാസമില്ലാത്തവൻ അങ്ങനെ സഹായിച്ചാൽ അതവന് ഉപകാരപ്പെടില്ല. പരലോക വിശ്വാസം ഇല്ലാത്തവൻ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വിശ്വാസമുള്ളവൻ, വിശ്വാസമില്ലാത്തവൻ, തൗഹീദിൽ വിശ്വാസമില്ലാത്തവൻ, അവന്റെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയാൽ അള്ളാഹു അത് സ്വീകരിക്കൂല. കാരണം അതുപോലെ അള്ളാഹു ഒരുപാട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ. മരീചിക പോലെ അവരുടെ ആമൽ തള്ളപ്പെടും. എന്നാൽ ഇത് വിശ്വാസമില്ലാത്തവൻ അവന്റെ യഥാർത്ഥത്തിൽ അവൻ എന്ത് ചെയ്യില്ല, അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല, അവൻ തള്ളിക്കളയും. ഒരു യതീം അവന്റെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടു വന്നാൽ യഹ്തഖിറുഹു, അവൻ ഈ യതീമിനെ നിന്ദ്യനായി കാണും, വിലയില്ലാത്തവനെ ആയി കാണും. വയദ്ഫഉഹു ബിശിദ്ദത്തിൻ ഫലാ യർഹമുഹു, കഠിനമായി ശക്തിയോടെ ഊക്കോടെ ആ കുട്ടിയെ തള്ളിക്കളയും, അതിനോട് റഹ്മത്ത് കാണിക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട് കാര്യം ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അലാമുർ സാനി, രണ്ടാമത്തത് ലാ യഹുസ്സൂന അലാ റഹ്മത്തിൽ ഗൈർ, മറ്റുള്ളവർക്ക് റഹ്മത്ത് കാണിക്കാൻ അവൻ പ്രോത്സാഹനം നൽകുന്നില്ല. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. എന്താ അർത്ഥം? മിസ്കീന് ഭക്ഷണം നൽകുന്ന കാര്യം അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, കൊടുക്കുന്നില്ല എന്നല്ല. ഫൽ മിസ്കീനുൽ ഫഖീറുൽ മുഹ്താജു ഇല തആം, ഭക്ഷണത്തിന് ആവശ്യമുള്ള ആവശ്യക്കാരനായ ഫഖീറായ പാവപ്പെട്ടവനായ ഈ സാധു, ലാ യഹുദ്ദു ഹാദ അർറജുല അലാ ഇത്ആമിഹി, ഇയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവൻ ഒരു പ്രോത്സാഹനവും നൽകുന്നില്ല. ലിഅന്ന ഖൽബുഹു ഹജറുൻ ഖാസിൻ, കാരണം ഇവന്റെ കൽബ് എന്ന് പറഞ്ഞാൽ കടുത്തുറച്ച കല്ലാണ്. ഫഖുലൂബുഹും കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ, അവരുടെ ഹൃദയങ്ങൾ കല്ലുപോലെ കടുത്തുറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനേക്കാളും കടുത്തുറച്ചിരിക്കുന്നു. അത് അള്ളാഹിന്റെ പ്രയോഗമാണ്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവര് ചെറിയ കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നതിൽ അത്ഭുതപ്പെടാനില്ല, കാരണം അൽബങ്ങൾക്കാണ്. അള്ളാഹു പറഞ്ഞതാണ്. ഇദൻ ലൈസ ഫീഹി റഹ്മത്തുൻ ലാ ലിൽ ഐതാം വലാ ലിൽ മസാകീൻ, അവന്റെ മനസ്സിലൊരു കാരുണ്യമില്ല, യതീമക്കളോടില്ല, പാവങ്ങളോടുമില്ല. ഫഹുവ ഖാസിൻ ഖൽബ്, അവന്റെ കൽബ് കടുത്തുറച്ചു പോയിരിക്കുന്നു. ഈ പാവപ്പെട്ടവൻ ഭക്ഷണം നൽകാൻ അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കൊടുക്കുന്നില്ല, അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോ അവന്റെ അജിസ് കൊണ്ട് കൊടുക്കാനുള്ള അവന്റെ അടുത്ത് ഇല്ലാതെ ചിലപ്പോ അങ്ങനെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ആളുകളോട് കൊടുക്കാനെങ്കിൽ പറയും. ഇത് കൊടുക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ വേറെ ആളുകൾ കൊടുക്കുമ്പോൾ അവരെ മുടക്കുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞില്ലേ, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, അവർ പിശുക്കന്മാരാന്ന് മാത്രമല്ല ജനങ്ങളോട് അവർ പിശുക്കുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്യും. കൊടുക്കും, എന്തിനാ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകളില്ലേ. കൊടുക്കുന്ന ആളുകളെ വിലക്കുന്ന ആളുകളുമുണ്ട്. ചിലപ്പോ ആ അവസ്ഥയിൽ വരെ അവരെത്തും. സുമ്മ ഖാല അസ്സ വജൽ, അതിനുശേഷം അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈൽ ഹാദിഹി കലിമ വഈദ്, ഇത് താക്കീദിന്റെ വാക്കാണ്. വൈൽ എന്ന് പറഞ്ഞാൽ അത് കഠിനമായ താക്കീദിന്റെ വാക്കാണ്. വഹിയ തതകറർ ഫിൽ ഖുർആനി കസീറ, പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഒരുപാട് തവണ വന്നിട്ടുള്ള വാക്കാണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. മൂന്ന് തവണ ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞില്ലേ, സ്വന്തം കൈകൊണ്ട് കിതാബ് എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് മുഖേന തുച്ഛമായ ദുനിയാവിന്റെ ലാഭം വാങ്ങുകയും എന്തിന് അള്ളാഹിന്റെ കയ്യിൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും അത് മുഖേന ദുനിയാവിന്റെ തുച്ഛമായ താല്പര്യങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ, സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് എഴുതിയുണ്ടാക്കിയ വകയിൽ നാശം, അവർ സമ്പാദിച്ച വകയിൽ നാശം തുടങ്ങിയതും ഫവൈലുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള വാക്കാണ് വൈൽ എന്ന് പറഞ്ഞാൽ എന്ന വാക്ക്. വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞില്ല എന്നതുപോലെയുള്ള വാക്കുകൾ. فويل للمصلين هذه كلمة وعيد وهي تتكرر في القرآن كثيرا والمعنى الوعيد الشديد على هؤلاء. ഈ ആളുകൾക്ക് അള്ളാഹു കഠിനമായ താക്കീത് ചെയ്യുന്ന വാക്കാണിത്. നരകത്തിലെ ഒരു താഴ്വരയുടെ പേരാണത് എന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഫ്രാദൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ ഹൗലാഇ മുസല്ലൂൻ, ഇവരാരാ? നിസ്കരിക്കാത്ത ആളുകളാ? നിസ്കരിക്കാത്ത ആളുകളാ?
അല്ല, പിന്നെയോ നിസ്കരിക്കുന്ന ആളുകൾ. ഹൗലായി മുസല്ലൂൻ, നിസ്കരിക്കുന്നവരാൻ. യുസല്ലൂന മഅൻ നാസ്, ജനങ്ങളുടെ കൂടെ അവർ നിസ്കരിക്കുന്നു. ഔ അഫ്റാദൻ, അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നു. ലാകിന്നഹും, പക്ഷേ അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരാ നിസ്കാരത്തെക്കുറിച്ച് സാഹൂൻ ഐ ഗാഫിലൂൻ അൻഹ, അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. ഈ അൻ എന്നല്ലാഹു പ്രയോഗിച്ചത് ശ്രദ്ധിക്കണം. ആ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലാ യുഖീമൂനഹ അലാ മാ യൻബഗി, എങ്ങനെയാണോ അത് നിർവഹിക്കേണ്ടത്, അത് നിലനിർത്തേണ്ടത്, ആ നിലക്കല്ല അവർ നിർവഹിച്ചിട്ടുള്ളത്. യുഅഖിറൂനഹ അനിൽ വഖ്തിൽ ഫാദിൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ അതിന്റെ സമയത്തിൽ നിന്ന് അവരതിനെ പിന്തിച്ചു കളയും. സമയത്ത് നിസ്കരിക്കില്ല. ഇതിനുള്ള ഒന്നാമത്തെ തഫ്സീർ അതാണ്. നിസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തെ തഫ്സീർ? അവർ അത് നേരത്തെ നിസ്കരിക്കാത്തവരാണ്. അവർക്ക് തോന്നി നേരത്തെ നിസ്കരിക്കുന്ന ആളുകളാണ്. അസ്സലാത്തു അലാ വഖ്തിഹാ, അത് തെറ്റിക്കുന്ന ആളുകളാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വഖ്ത് നിർണയിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധ കാര്യമാണ്, മുഅ്മിനുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളതാണ് നിസ്കാരം. ആ വഖ്ത് തെറ്റിച്ചളയുന്ന ആളുകളാണ്. അള്ളാഹു നബിമാരെ കുറിച്ച് പറഞ്ഞ ശേഷം സൂറത്ത് മറിയമിൽ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്സലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ഫഖലഫ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം, ഈ സലഫിന് ശേഷം ചില ഖലഫുണ്ടായി. പ്രവാചകന്മാരായ മുൻഗാമികൾക്ക് ശേഷം ചില പിൻഗാമികൾ ഉണ്ടായി, ചവറുകൾ. അദാഉ സ്സലാ, നമസ്കാരം പാഴാക്കി കളഞ്ഞ ആളുകൾ. വത്തബഉ ശഹവാത്, അതിന്റെ പരിണിത ഫലം എന്താ? ഷഹവാത്ത് പിൻപറ്റും. നിസ്കാരം ഉപേക്ഷിച്ചോ ധമ്മാടിയായി താന്തോന്നിയായി അവൻ മാറും. സൗഫ യൽഖൗന ഗയ്യ, അതിന്റെ ദുരന്ത ഫലം, ശിക്ഷ അവരനുഭവിക്കും എന്ന് സൂറത്ത് മറിയമിൽ അള്ളാഹു പറഞ്ഞു. അതാരാ? ഇതേപോലെ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്ത, അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്യാത്ത. അതാണ് ഒന്നാമത്തെ തഫ്സീർ. രണ്ട്, ലാ യുഖീമൂന റുകൂഅഹ വലാ സുജൂദഹ വലാ ഖിയാമഹ വലാ ഖുഊദഹ. നിസ്കാരത്തിൽ പറഞ്ഞ ഈ റുക്നുകൾ ഉണ്ടല്ലോ, റുകൂ, സുജൂദ്, നൃത്തം, അതുപോലെ ഇരുത്തം, ഇതൊന്നും മര്യാദക്ക് ചെയ്യാത്ത ആളുകളാണ്. മനസ്സിലല്ലോ? അതും ഇതിൽ പെടും, ഈ പറഞ്ഞതിൽ പെടും. മര്യാദക്ക് ഇതൊന്നും ചെയ്യാത്ത ആളുകൾ, കോഴി ഒത്തുന്നത് പോലെ നിസ്കരിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളോട് എന്താ പറഞ്ഞത്? ഫഇന്നക ലം തുസല്ലി എന്ന് പറഞ്ഞില്ലേ? ഇവ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചവനോടാണ് ഈ പറയുന്നത്. നിസ്കാരം ശരിയായിട്ടില്ല, തുമഅനീനത്തില്ല, അടങ്ങേണ്ട സ്ഥലത്ത് അവൻ അടങ്ങിയിട്ടില്ല. ഇനി അപ്പൊ ഒന്നെന്താ പറഞ്ഞത്? നേരത്തെ നിസ്കരിക്കൂല. പിന്നെന്താ? റുകൂഉ സുജൂദൊന്നും മര്യാദക്ക് ചെയ്യുന്നില്ല. അടുത്തത്, ലാ യഖറഊന മാ യജിബു ഫീഹാ മിൻ ഖിറാഅത്തിൻ സവാഅൻ കാനത് ഖുർആനൻ ഔ ദിക്റൻ. അള്ളാഹു ഓതാൻ പറഞ്ഞിടത്ത് മര്യാദക്ക് ഓതുന്നില്ല, ദിക്ർ ചൊല്ലാൻ പറഞ്ഞ സ്ഥലത്ത് മര്യാദക്ക് ചൊല്ലുന്നില്ല. ഇദാ ദഖല ഫീ സ്വലാത്തിഹി ഫഹുവ ഗാഫിലുൻ, അവൻ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവൻ അശ്രദ്ധനാണ്. ഖൽബുഹു യതജവ്വലു യമീനൻ വശിമാല, അവന്റെ കൽബ് ഇവിടെ നിസ്കാരത്തിലല്ല, വലത്തും അടുത്തൊക്കെ ചുറ്റിക്കളിക്കാൻ. ഫഹുവ സാഹിൻ അൻ സ്വലാത്തിഹി, അവൻ അവന്റെ നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധനാണ്. വഹാദ മസ്മൂം, ഇത് ആക്ഷേപാർഹനാണ് ഇവൻ. അല്ലദി യസ്ഹു അനി സ്വലാത്ത്, സ്വന്തം നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധനായവൻ. വയഗ്ഫുലു അൻഹാ വയതഹാവന ബിമാ ലാ ശക്ക അന്നഹു മസ്മൂം, അതിന്റെ കാര്യം അവന് നിസ്സാരമാണ്, ഒരു ശ്രദ്ധയില്ല നിസ്കാരത്തിന്റെ കാര്യത്തിൽ. മനസ്സിലല്ലോ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉള്ളിലെ അശ്രദ്ധ ഇതിന്റെ ഭാഗമായി വരും. നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള അശ്രദ്ധ ഇതിന്റെ ഭാഗമായി വരും. പക്ഷെ ആദ്യം വരുന്നത് എന്താണ്? വഖ്ത് നിസ്കരിക്കാതിരിക്കുക, അതിന്റെ റുക്നുകൾ പാലിക്കാതിരിക്കുക, നിർബന്ധമായ നിസ്കാരത്തിലുണ്ടായ പാലിക്കാതിരിക്കുക. അവൻ നിസ്കാരത്തിൽ അശ്രദ്ധനുമാണ്, അവൻ നിസ്കാരത്തിൽ അവൻ അശ്രദ്ധനുമാണ്. എന്നാൽ ശ്രദ്ധിക്കുക, അമ്മസാഹി ഫീ സ്വലാത്തിഹി, എന്നാൽ അള്ളാഹ് എന്താ പറഞ്ഞാൽ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഒരു തബഉ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ഇബ്നു കസീർ വായിക്കും, അതൊക്കെ വായിക്കാം. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ലം യഖുൽ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറയാത്ത അള്ളാഹ്ക്ക് സ്തുതി. കാരണം അതെന്താ? നിസ്കാരത്തിന്റെ ഉള്ളിൽ ഉണ്ടായിപ്പോകുന്ന അശ്രദ്ധ ഉണ്ടല്ലോ, ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നത്, അതല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അൻ സലാത്തിഹിം എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് സ്തുതി.
എന്ന് മുൻഗാമികൾ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതും അതിൽ പെടും. നിസ്കാരത്തിൽ അശ്രദ്ധ ചില സന്ദർഭങ്ങളിൽ അതും പെടും. എന്നാൽ സാധാരണ നിലക്ക് ശ്രദ്ധിച്ച് നിസ്കരിക്കുന്ന ഒരാൾ അയാളുടെ നിസ്കാരത്തിൽ മാനുഷികമായി ഉണ്ടാകുന്ന അശ്രദ്ധ അത് ഇതിൽ പെടുകയില്ല. വഹാദ ലാ യുലാം, അങ്ങനെയുള്ള ആളുകൾ അവർ ആക്ഷേപാർഹരല്ല. ഫൽ ഫർഖു ബൈനഹുമാ, തമ്മിലുള്ള വ്യത്യാസം അന്ന സാഹി ഫിസ്സലാത്ത് എന്ന് പ്രയോഗിച്ചാൽ നിസ്കാരത്തിൽ അശ്രദ്ധനാണ് എന്ന് പറഞ്ഞാൽ മഅനാഹു അന്നഹു നസിയ ശൈഅ, എന്തെങ്കിലും ഒന്ന് അവൻ മറന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം. നസിയ അദദ റകഅത്ത്, ചിലപ്പോൾ അവൻ എന്ത് ചെയ്തു നിസ്കാരത്തിന്റെ റകഅത്ത് മറന്നുപോയി. നസിയ ശൈഅൻ മിനൽ വാജിബാത്ത്, നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വാജിബായ നിർബന്ധമായ കാര്യം അയാളെ മറന്നുപോയി. വമാ അശ്ബഹ ദാലിക്, അല്ലെങ്കിൽ അതുപോലുള്ളത്. വലിഹാദാ, അതുകൊണ്ടാണ് വഖഅ വസ്സഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയിട്ടുണ്ടല്ലോ അല്ലേ? 4 റക്അത്തുള്ളത് 2 റക്അത്ത് നിസ്കരിച്ചു പോയില്ലേ? സഹാബിമാർ തിരുത്തി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറന്നുപോകും. അങ്ങനെയല്ലേ സഹവിന്റെ സുജൂദ് അല്ലേ? അങ്ങനെയാണ്. വഹുവ അശദ്ദു الناس ഇഖ്ബാലൻ അലാ സ്വലാത്തിഹി, ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആണ്. ബൽ ഇന്നഹു ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ കൺകുളിർമെന്തിലാണ്? നിസ്കാരത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിൽ അശ്രദ്ധ പറ്റിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ എപ്പോഴെങ്കിലും പറ്റുന്ന ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നിസ്കാരത്തിൽ പറ്റിപ്പോകുന്ന ഒരു അശ്രദ്ധ അല്ല അള്ളാഹു ഈ ആയത്തിൽ വൈലെന്ന് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അതും അതിന്റെ ഭാഗമാകും. നേരത്തെ പറഞ്ഞ മുനാഫിഖ് അങ്ങനെ കൂടിയാണ്, അവനതും കൂടിയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഖുശൂ പാലിക്കേണ്ടതാണ്. പക്ഷേ ഒറ്റയടിക്കെന്ത് പറയാൻ പാടില്ല, നിസ്കാരത്തിൽ പിന്നെ അശ്രദ്ധനായി പോയ ഒരാൾ ഈ വയിൽ അള്ളാഹ് പറഞ്ഞ ഈ താക്കീദിന് ബാധകമാണെന്ന് പറയാൻ പാടില്ല. വമാ അദാലിക സഹാ ഫി സ്വലാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടൊപ്പം ഇത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിസ്കാരത്തിൽ റസൂലുള്ളാഹി മറന്നുപോയിട്ടുണ്ട്. ലിഅന്ന അസ്സഹവ ഫി ശൈഇ മഅനാഹു അന്നഹു നസിയ ശൈഅൻ അലാ വജ്ഹിൻ ലാ യുലാമു അലൈഹി, കാരണം ഒരു കാര്യത്തിൽ അതിൽ അശ്രദ്ധനാണ്, ഫീ സ്വലാത്തിഹിൻ സാഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനുള്ളിൽ എന്തെങ്കിലും മറന്നുപോയതാ. അമ്മ സാഹി അൻ സ്വലാത്തിഹി ഫഹുവ മുതഅമ്മിദുൻ ലിത്തഹാവുനി ഫീ സ്വലാത്തിഹി, എന്നാൽ അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞവൻ തീരുമാനിച്ചിറങ്ങിയവനാണ് അങ്ങനെ നിസ്കരിക്കാൻ, അവൻ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലദീന ഹും യുറാഊൻ, ആളുകൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയവനാണ്. അപ്പോൾ ഒരു ശ്രദ്ധയില്ല. ഒരുപാട് തഫ്സീറുകൾ മുൻഗാമികൾ അതിന് നല്ല വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും. മനസ്സിലായല്ലോ? അതിന് നല്ല നമ്മുടെ മനസ്സിൽ പതിയുന്ന വിശദീകരണങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. വമിന അസ്സഹ്വി അനി സ്വലാത്തി ഉലൈക ഖൗം അല്ലദീന യദഊന സ്വലാത മഅൽ ജമാഅ, ഈ സഹ്വിയിൽപ്പെട്ടതാണ് നിസ്കാരം, ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കൽ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ് എന്നതിൽ പെടും. എന്ത്? ജമാഅത്തിന് പോകാതിരിക്കൽ, അവനതിൽ പെടും, യാതൊരു സംശയമില്ല. അള്ളാഹു പറഞ്ഞിട്ടുള്ള ശറഈയായ ഉസ്ർ ഇല്ലെങ്കിൽ, മനസ്സിലല്ലോ, രോഗമോ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, മനസ്സിലല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഉസ്റുണ്ടെങ്കിൽ, പള്ളി വളരെ ദൂരെയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഉസ്റിൽ അവൻ പെടും, അല്ലെങ്കിൽ ജമാഅത്തിൽ അവൻ പോയിരിക്കണം. ومن السهو عن الصلاة أولئك القوم الذين يدعون الصلاة مع الجماعة فإنهم لا شك عن صلاتهم ساهون فيدخلون في هذا الوعيد. ഈ പറഞ്ഞ താക്കീത് അവർക്ക് ബാധകമാണ്. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون. أيضا إذا فعلوا الطاعة فإنما يقصدون بها التزلف إلى الناس. അതുമാത്രമല്ല, ഈ ആളുകൾ നിസ്കാരമെന്ന അള്ളാഹുവിനുള്ള ഏറ്റവും വലിയ ഈ താഅത്ത്, ഈ അനുസരണം, അത് ചെയ്താൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ആരിലേക്ക് അടുക്കാനാണ്? അല്ല, തസല്ലുഫ് ഇലന്നാസ്, ജനങ്ങളിലേക്ക് അടുക്കാനാണ് ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത്, അള്ളാഹിലേക്ക് അടുക്കാനല്ല. വഅൻ യകൂന ലഹും ഖീമത്തുൻ ഫിൽ മുജ്തമഅ, സമൂഹത്തിൽ അവർക്കൊരു വിലയുണ്ടാകണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിസ്കരിക്കാൻ 5 നേരം പള്ളിയിൽ വരും എന്ന് ആളുകൾ പറയണം, 5 നേരം നിസ്കരിക്കുന്നവരാണ് എന്ന് പറയണം. അതിനുവേണ്ടി ലൈസ ഖസ്ദുഹും അത്തഖറുബ ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹിലേക്ക് അടുക്കാനുള്ളതല്ല അവർ ഉദ്ദേശം. ഫഹാദൽ മുറാഇ യതസദ്ദഖ് മിൻ അജ്ലി അൻ യഖൂല അന്നാസ് മാ അക്രമഹു, ഈ പറയുന്നവൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ദാനം ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ അവനെ കുറിച്ച് പറയാൻ. മാ അക്രമഹു, എന്തൊരു ഔദാര്യവാനാണ് അയാൾ, അയാൾ കൊടുക്കുന്ന പോലെ ആരും ഈ നാട്ടിൽ വേറെ കൊടുക്കൂല
എന്ന് പറയാൻ വേണ്ടി. ഹാദൽ മുസല്ലി യുഹ്സിനു സ്വലാതഹു മിൻ അജ്ലി അൻ യഖൂല അന്നാസ് മാ അഹ്സന സ്വലാതിഹി വമാ അശ്ബഹ ദാലിക്. എന്താ അയാളെ നിസ്കാരം, അയാളത്രയും നല്ല നിസ്കരിക്കുന്ന വേറെ ആരുമില്ല എന്നതുപോലെയുള്ള വർത്താനം ആളുകൾ പറയാൻ വേണ്ടി. ഹൗലാഇ യുറാഊൻ ഫഅസ്ലുൽ ഇബാദത്തി ലില്ലാഹ്. യഥാർത്ഥത്തിൽ ഇബാദത്തിന്റെ അടിസ്ഥാനം അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകണം എന്നുള്ളതാണ്. ലാകിൻ യുരീദുന മഅ ദാലിക അൻ യഹ്മദഹും അന്നാസ് അലൈഹ. പക്ഷെ അവരുദ്ദേശിക്കുന്ന എന്താണ്? ഈ ഇബാദത്ത് കൊണ്ട് അവരെ ജനങ്ങൾ അവരെ മദ്ഹ് പറയണം, അവരെ പുകഴ്ത്തണമെന്നാണ്. വയതഖറബൂന ഇലന്നാസി ബിതഖറബിഹിം ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കുന്ന കാര്യം കൊണ്ട് അവർ ജനങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു. ഹൗലാഇ ഹുമുൽ മുറാഊൻ. അവരാണ് ഈ ആളെ കാണിക്കുന്ന പ്രകടനത്തിന്റെ ആളുകൾ. അമ്മാ മൻ യുസല്ലി ലിഅജലിന്നാസ്. എന്ന വേറൊരു വ്യത്യാസമുണ്ട്. അവന്റെ നിസ്കാരം തന്നെ ആ ഇബാദത്ത് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആളുകൾ. ഏതുപോലെ? അന്നഹു യുസല്ലി ബൈന യദയിൽ മലിക്. ഒരു രാജാവിന്റെ മുന്നിൽ ഒരാൾ നിസ്കരിക്കാൻ മസലൻ, അല്ലെങ്കിൽ ഔ ഗൈറഹു, രാജാവല്ലാത്ത മറ്റാർക്കെങ്കിലും വേണ്ടി, യഖ്ലഉ ലഹു റുകൂഅൻ ഔ സുജൂദൻ. ഏതെങ്കിലും രാജാവിനോ നേതാവിനോ വേണ്ടി അയാളെ മുന്നിൽ റുക്കുവോ സുജൂദോ, അതിന് റുക്കു സുജൂദ് എന്ന് പറയണമെന്നില്ല, ആ പ്രവൃത്തി ചെയ്താൽ മതി. അയാളെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അയാൾക്ക് മുന്നിൽ തലകുണിച്ചാൽ, സുജൂദ് പോലെയുള്ളത് ചെയ്താൽ, ഫഹാദാ മുശ്രികുൻ കാഫിറുൻ ഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആളുകൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നല്ല, പിന്നെ ആൾക്ക് വേണ്ടി തന്നെ ചെയ്യാൻ. ആൾ ദൈവങ്ങളുടെയോ ഖബറിന്റെയോ ഒക്കെ മുന്നിൽ ഇങ്ങനെ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന നരകം ശാശ്വതമായി കിട്ടുന്ന സ്വർഗം ഹറാമാകുന്ന മുശ്രിക്കും കാഫിറുമാണവൻ. ലാകിൻ ഹാദാ യുസല്ലി ലില്ലാഹ് മഅ മുറാഅത്തി അൻ യഹ്മദഹു الناس على عبادته على انه عابد لله عز وجل وهذا يقع كثيرا في المنافقين. എന്നാൽ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടി തന്നെ അസ്ലി. പക്ഷേ അതിന്റെ കൂടെ ഒന്നിച്ചവൻ എന്ത് ഉദ്ദേശിക്കുന്നു? ആളുകൾ കാണണം. ഇത് കൂടുതലും സംഭവിക്കുന്നത് ആരിലാണ്? ഫിൽ മുനാഫിഖീൻ. ആരിലാണ്? മുനാഫിക്കുകളിലാണ്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ സൂറത്തു നിസായിലെ 142-ാമത്തെ ആയത്തിൽ, വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. അവർ നിസ്കാരത്തിന് നിന്നാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ അള്ളാഹനെ ഓർക്കുന്നില്ല, കുറച്ചു മാത്രമല്ലാതെ. മുഅ്മിനുകളോ അള്ളാഹനെ ധാരാളമായി ഓർക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അള്ളാഹനെ ധാരാളമായി ഓർക്കുക എന്ന് അള്ളാഹു പറഞ്ഞു. ഉൻദുർ ഇലാ ഹാദൽ വസ്ഫ് ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. ഈ വിശേഷണം ഒന്ന് ശ്രദ്ധിക്ക്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാ, അവർ നിസ്കാരത്തിൽ നിന്നാൽ അശ്രദ്ധരായിട്ടാണ് നിൽക്കുന്നത്. ഇദൻ ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ യുറാഊന അന്നാസ്. അപ്പൊ അവരെ കുറിച്ച് ഈ വസ്ഫ് അള്ളാഹ് പറഞ്ഞ ഈ വിശദീകരണം ഫിറ്റാണ്. വഹുനാ യഖൂലുല്ലാഹു അസ്സ വജല്ല, ഇവിടെ അള്ളാഹു പറയുന്നു അല്ലദീന ഹും യുറാഊൻ ഫഹൽ അല്ലദീന യുസമ്മിഊന മിസ്ലഹും. ഷെയ്ഖ് ചോദിക്കാണ്, ഇത് കാണിക്കാൻ വേണ്ടി കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ ഇവരെ പോലെയാണോ? യാനി ഇൻസാനൻ യഖറഉ ഖുർആനൻ, ഒരാൾ ഖുർആൻ ഓതുന്നു, വയജ്ഹർ ബിൽ ഖിറാഅ, ഒച്ചത്തിൽ ഓതുക, വയുഹ്സിനുൽ ഖിറാഅ, നന്നായി ഓതുക, വയുഹ്സിനുൽ അദാഅ വസ്സൗത മിൻ അജ്ലി അൻ യുഖാൽ മാ അഖറഅ. എന്താ അയാൾ ഓത്ത്, മക്കത്താരോ ഓതുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലുള്ള വാക്കുകൾ ഒരാളെ പറ്റി പറയാൻ വേണ്ടി അയാൾ നന്നാക്കി ഓതുകയാണ് ഒച്ചത്തിൽ. ഇത് കാണിക്കലല്ല, പിന്നെന്താ? കേൾപ്പിക്കലാണ്. ഇത് ഒരുപോലെയാണോ? അൽ യകൂനു മിസ്ലല്ലദി യുറായി, കാണിക്കുന്ന ആളെ പോലെ തന്നെയാണ് ഈ കേൾപ്പിക്കുന്ന ആളും. അൽ ജവാബ്, ഉത്തരം നഅം, അതെ, അങ്ങനെ തന്നെയാണ്. കമാ ജാഅ ഫിൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി വമൻ റാഅ റാഅ അല്ലാഹു ബിഹി. അതിന്റെ അനന്തരഫലം ഇതാണ്. ആളുകൾ കാണിക്കാനോ കേൾപ്പിക്കാനോ വേണ്ടി ചെയ്താൽ അതിന്റെ അനന്തരഫലം സുബ്ഹാനല്ലാഹ്, പരലോകത്തോൻ എന്തായാലും കിട്ടൂല, ഉറപ്പല്ലേ? അള്ളാഹു അവനെ ശിക്ഷിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹദീസ് കേട്ടിട്ടില്ലേ? നന്നായി ഓതുന്ന ഒരാളെ, അതുപോലെ തന്നെ ഇൽമ് പഠിപ്പിക്കുന്ന ആളെ, എന്തിനു വേണ്ടിയാ? ആളുകൾ അയാള് വലിയ ആലിമാണെന്ന് പറയാൻ വേണ്ടി. പിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാണെന്ന് ആളുകൾ മനസ്സിലാക്കിയ ഒരാൾ, അയാൾ യുദ്ധം ചെയ്തെന്തിനാ? ഞാൻ വലിയ ധീരനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടി. ദാനം ചെയ്ത ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം നിലത്തുകുത്തി വലിച്ചയച്ച് നരകത്തിലിടുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതിന്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട ആളുകൾ, അതാണ് പരലോകത്തവന്റെ പ്രതിഫലം. എന്നാൽ ഇഹലോകത്തോ? ഇഹലോകത്ത് അള്ളാഹ് പറഞ്ഞിട്ടുള്ള മൻ സമ്മഅ, ആരെങ്കിലും ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്താൽ സമ്മഅ അല്ലാഹു ബിഹി,
അവൻ അതിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അള്ളാഹു അവരെ കേൾപ്പിക്കും. അവർക്ക് മനസ്സിലാവും അവൻ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ശ്രുതി കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ അവൻ വെറും ഷോ ആണെന്ന് ആളുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. ജനങ്ങൾ പറയും അവൻ ആളുകളെ കാണിക്കുന്ന, അവൻ അങ്ങനെ പ്രകടിപ്പിക്കുന്ന, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളാണ് എന്ന് പറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചെയ്തവന് ഇഹലോകത്തുമില്ല പരലോകത്തുമില്ല. ഇഖ്ലാസിന് മാത്രമേ അള്ളാഹു വിജയം കൊടുക്കുള്ളൂ. വൽമഅന, അതിന്റെ അർത്ഥം മൻ സമ്മഅ ഫളഹഹു അല്ലാഹു ബൈനന്നാസ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൊലിയുരിക്കും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തവന്റെ ജനങ്ങൾക്കിടയിൽ. അതുപോലെ ജനങ്ങൾ പറയുന്ന റജുല ലൈസ മുഖ്ലിസ, അവൻ ഇഖ്ലാസ് ഇല്ലാത്തവനാണെന്ന് ആളുകളും മനസ്സിലാക്കും. വലാകിന്നഹു യുരീദു അൻ യസ്മഅഹു الناس ഫയംദഹൂഹു അലാ ഇബാദതി. ഇവൻ ഉദ്ദേശിക്കുന്ന എന്താ? ആളുകൾ കാണണം, ആളുകൾ അവനെ പൊക്കി പറയണം. വമൻ റഅ കദാലിക റഅ അല്ലാഹു ബി, കാണിക്കാൻ ചെയ്താൽ അങ്ങനെ തന്നെ, കേൾപ്പിക്കാൻ ചെയ്താൽ അങ്ങനെ തന്നെ. ഫൽ ഇൻസാനു അല്ലദി യുറാഇ الناس ഔ യുസമ്മിഉ الناس സൗഫ യഫ്ളഹുഹു അല്ലാഹ് വസൗഫ യതബയ്യനു അംറുഹു ഇൻ ആജിലൻ അം ആജില. അള്ളാഹു ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹു അവനെ കുറിച്ച് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് വായിക്കാം. ജമാഅത്തിന് ഏകദേശം സമയമായിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഷിർക്കിൽ നിന്നും, വലിയ ഷിർക്കിൽ നിന്നും ചെറിയ ഷിർക്കിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അർസുഖ്നൽ ഇഖ്ലാസ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ വനഹ്നു നഅലം വനഊദു ബിക ബിമാ ലാ നഅലം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.